പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു. ഭാരതം എന്തൊക്കെ കാര്യങ്ങളാണ് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എന്നോണം സ്വീകരിച്ചത് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പശ്ചിമേഷ്യൻ സംഘർഷം ഭാരതത്തെ പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും അതിന് മുന്നൊരുക്കങ്ങൾ ഭാരതം നടത്തിക്കഴിഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് ഭാരതം സ്വയം പര്യാപ്തത ആർജിച്ചത്? അതോടൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത്? രോഹിണി, പശ്ചിമേഷ്യൻ സംഘർഷം അതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ നിലപാട് ഇന്നിപ്പോൾ രാജ്യസഭയിലും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പശ്ചിമേഷ്യൻ യുദ്ധം ഈ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഭാരതം സുരക്ഷിതമാണെന്നും ഏത് സാഹചര്യത്തെ നേരിടുവാൻ സുസജ്ജമാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇന്നലെ അദ്ദേഹം ലോക്സഭയിലും വ്യക്തമാക്കിയിരുന്നു. 53 ലക്ഷം മെട്രിക് ടൺ പെട്രോളിയം ശേഖരം ഭാരതത്തിലുണ്ട് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കൂടാതെ ഭാരതത്തിലേക്ക് ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഏതാണ്ട് 3,75,000-ലധികം ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്ട് 700-ലധികം മെഡിക്കൽ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ, അതേപോലെ തന്നെ നയതന്ത്ര ഇടപെടലുകളും ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നന്ദൻ തുടരുക. നന്ദനിലേക്ക് എത്താം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നയതന്ത്ര ചർച്ചകളിലൂടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ഭാരതത്തിന്റെ ലക്ഷ്യം എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്ന് മാത്രമല്ല, സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും ചർച്ചകൾ നടത്തിയെന്നും ഭാരതം വ്യക്തമാക്കുകയാണ്. ഈ അവസരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തത്? തീർച്ചയായും രോഹിണി, ഭാരതം നയതന്ത്ര തലത്തിൽ കാര്യമായൊരു ഇടപെടലാണ് നടത്തിയത് ഈ ഹോർമൂസിലെ പ്രതിസന്ധികൾ തീർക്കുന്നതിന്. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സത്തിൽ ഭാരതത്തിലേക്ക് വരാൻ കഴിയാതിരുന്ന കപ്പലുകൾ ഇപ്പോൾ കൃത്യമായി ഭാരതത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിനായി പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലെ തലവന്മാരുമായി 2 തവണ സംസാരിച്ചു. ഇറാന്റെയും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും രാഷ്ട്രതലവന്മാരുമായും 2 തവണയിലേറെ ഫോണിൽ സംസാരിച്ചു എന്നും കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു. ആ നയതന്ത്ര തലത്തിലുള്ളൊരു ഇടപെടലിലൂടെ ഭാരതത്തിൻ്റെ എണ്ണ ലഭ്യത, അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ, അതായത് വളം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കൃത്യമായ ഇടപെടൽ, ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടൽ നടത്താൻ സാധിച്ചു എന്നും പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടലാണ് ഭാരതം നടത്തിയത്. ഹോർമൂസിലെ തടസ്സങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായ ഭാരതത്തിൻ്റെ ഒരു അന്തർദേശീയ നിലപാടും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പലവിധ തരത്തിലുള്ള നിലപാടുകളും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. 41ഓളം രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഭാരതം എണ്ണയും അതുപോലുള്ള ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വൈവിധ്യവൽക്കരണം വഴി ഭാരതത്തിന് കൃത്യമായ എണ്ണയുടെയും അതുപോലെ ഊർജ്ജാവശ്യങ്ങളുടെയും പ്രധാനമായ ഇറക്കുമതികൾ നടത്തുമ്പോൾ തടസ്സമില്ലാതെ അത് ചെയ്യാൻ സാധിക്കുന്നു. ലോകത്തെ ഏതെങ്കിലും ഇടങ്ങളിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ളൊരു സാധ്യത ലഭ്യമാകുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു പല വിഷയങ്ങളിലും, അതായത് മറ്റു പല ഇടപെടലുകളും കാര്യക്ഷമമായി ഭാരതം നടത്തുകയും ചെയ്തു എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരുടെ വിഷയങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, 3,25,000-ഓളം പേർ ഇറാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തി. 1 കോടിയിലേറെ പേർ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഭാരതീയരായവർ ജോലി ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഈ ഹോർമൂസ് കടലിടുക്കിലും അല്ലാതെയുമായി നിരവധി കപ്പലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യാത്ര തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിലെല്ലാം ഭാരതീയരായ ജീവനക്കാരുമുണ്ട്. അവരുടെയെല്ലാം പ്രശ്നങ്ങൾ, അവരുടെ വിഷയങ്ങൾ ഭാരത പൗരന്മാരുടെ വിഷയങ്ങൾ തന്നെയാണ്. അതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതുപോലെ തന്നെ കർഷകരുടെ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തും. കർഷകരോടൊപ്പം എന്നും ഉണ്ടാകും. അതായത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർഷകർക്ക് ആവശ്യമായ വളവും അനുബന്ധ വസ്തുക്കളും ലഭ്യമാക്കുന്നതിനുള്ള തടസ്സം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനെ ആ ഇമ്പോർട്ട് കൃത്യമായി നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഇറാനിൽ നിന്നും 1000-ലേറെ പേർ, അതായത് ഇന്ത്യൻ പൗരന്മാർ ഭാരതത്തിൽ തിരിച്ചെത്തി. അതിൽ 700ഓളം പേർ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു എന്നും പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക രംഗങ്ങളിലെ വീഴ്ച വരുന്നത് ഒഴിവാക്കുന്നതിനു വേണ്ടി കാര്യക്ഷമമായ ഇടപെടൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന നിലപാട് ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രസ്താവനയിലും പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്. രോഹിണി. അതെ ഐസൻ, അതോടൊപ്പം ആത്മനിർഭരതയിലൂടെ ഭാരതം സ്വയം പര്യാപ്തത നേടിയതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള കരുത്ത് ഭാരതത്തിനുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ പ്രതിസന്ധി, പ്രത്യേകിച്ച് LPG വിതരണത്തിലടക്കമുള്ള പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ കഴിയും. ക്രൂഡ് ഓയിൽ സംഭരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഊർജ്ജോൽപാദന മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനങ്ങൾ ഇതിൽ ഏതു രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം, കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ കുപ്രചരണങ്ങൾക്കിടയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ ഇതിൽ ഏതു രീതിയിൽ
പരിസ്ഥിതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുകൂടിയാണ് പ്രധാനമന്ത്രി പറയുന്നത്. തീർച്ചയായും രോഹിണി, ഈ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിന് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്കാണ് കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കുക. അതിൽ പ്രധാനമായും ഇടപെടൽ നടത്തുക സിവിൽ സപ്ലൈസ് സംവിധാനങ്ങളാണ്. ഈ സിവിൽ സപ്ലൈസ് വിഭാഗം കാര്യക്ഷമമായ ഇടപെടൽ നടത്തി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒഴിവാക്കുന്നതിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ടത് രാജ്യത്തിൻ്റെ ഫെഡറൽ വ്യവസ്ഥയെ കൃത്യമായി നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. അക്കാര്യത്തിൽ സംസ്ഥാനം കൃത്യമായ ഇടപെടലുകൾ സംസ്ഥാനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി പ്രധാനമന്ത്രി ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് പല വിഷയങ്ങളും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ ആത്മനിർഭരത കൃത്യമായും അദ്ദേഹം ലോക്സഭയിലെ പ്രഭാഷണത്തിലും അറിയിക്കുകയും ചെയ്തു. അതായത് ഡീസൽ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം കർഷകർക്ക് നിരവധിയായി ഡീസൽ പമ്പുകളാണ് നേരത്തെ നൽകിയതെങ്കിൽ അത് മാറ്റി സോളാർ പമ്പുകൾ നിരവധി പേർക്ക് സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിരവധി കർഷകർക്ക് ലഭ്യമാക്കിയത് ഈ ഡീസലിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് സാധിച്ചു. അത്തരത്തിലുള്ള ആത്മനിർഭരമായ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഊർജ്ജോൽപാദനത്തിൻ്റെയും പാരമ്പര്യേതര ഊർജ്ജോൽപാദനത്തിൻ്റെയും ഭാഗമായി ഇത്തരത്തിലുള്ള ഫോസിൽ ഓയിലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം കൽക്കരി ഉൽപ്പന്നങ്ങളുടെ ആ ആശ്രിതത്വത്തിൽ നിന്നും മാറാൻ സാധിക്കുകയും സ്വാഭാവികമായും വൈദ്യുതോൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തതോടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ഭാരതത്തിൻ്റെ നിലനിൽപ്പ് സുരക്ഷിതമായി നിലനിൽക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കപ്പൽ നിർമ്മാണത്തിനും കപ്പൽ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ കപ്പൽ പൊളിച്ചു മാറ്റുന്നതിന് നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിലൊക്കെ കപ്പൽ പൊളിച്ചു മാറ്റുന്ന മേഖലകളുണ്ട്. അത്തരത്തിൽ കപ്പൽ പൊളിച്ചു മാറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നിക്ഷേപം, വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുന്നതിനുള്ള ബജറ്ററി അലോക്കേഷൻ നൽകിയത് വഴി രാജ്യത്തിൻ്റെ കപ്പലുകളുടെ എണ്ണം, രാജ്യത്തിൻ്റെ സ്വന്തം കപ്പലുകളിൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ, ഇപ്പോൾ വിദേശ കപ്പലുകളെയാണ് പലപ്പോഴും ഈ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനുമൊക്കെ ഈ ഭാരതം ആശ്രയിക്കുന്നത്. അത്തരം കപ്പലുകളെ കൃത്യമായി ഭാരതത്തിന് സ്വന്തമാക്കാൻ സാധിച്ചാൽ ആ ചെലവുകളിലും വലിയ മാറ്റം വരും. അത്തരത്തിൽ ഭീമമായ തുക ചെലവാക്കാതെ കൂടുതൽ കാര്യക്ഷമമായ കയറ്റുമതി ഇറക്കുമതി നടത്താൻ സാധിക്കും. അത്തരം വിഷയങ്ങളിലും ആത്മനിർഭരമായ ഒരു ആത്മനിർഭരതയുടെ ഇടപെടൽ അനിവാര്യമാണ്. ഇടപെടൽ നടത്തുന്നുണ്ട് ഭാരതം. കഴിഞ്ഞ 10 വർഷമായി വൻതോതിൽ ഷിപ്പിംഗ് മേഖലയിലും അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരതിൻ്റെ മേഖലയിലും അതുപോലെ ഊർജ്ജോൽപാദന മേഖലയിലും കാര്യക്ഷമമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റിഫൈനിങ് കപ്പാസിറ്റി എല്ലാം തന്നെ ഇരട്ടിയിലേറെ, 3 ഇരട്ടിയിലേറെയും 10 ഇരട്ടിയിലേറെയും വർദ്ധിച്ച ചില വർഷങ്ങളുണ്ടായിട്ടുണ്ട്. വൻതോതിൽ റിഫൈനിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എണ്ണ ശുചീകരണ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഭാരതത്തിന് സ്വതന്ത്രമായി നിലനിൽക്കാനുള്ള, ഭാരതത്തിൻ്റെ ഉൽപ്പാദന രംഗം കാര്യക്ഷമമായി നിലനിർത്താനുള്ള കാര്യമായ ഇടപെടൽ ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായി കൃത്യമായി ഭാരതം കൈക്കൊള്ളുകയും അത് കഴിഞ്ഞ 12 വർഷത്തോളമായി കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞു. രോഹിണി.